അതെ ഗൈസ്, ഇന്നലെ നമ്മളെല്ലാവരും വളരെ വേദനയോട് കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു. വാൾപ്പാറയിൽ ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞു 9 പേര് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്ത. വളരെ സങ്കടത്തോട് കൂടി തന്നെയാണ് കേരളം ഒന്നടങ്കം ഈ വാർത്ത കേട്ടത്. എന്തായാലും അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അതിലുപരി ഞാൻ കണ്ട മറ്റു ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. അതായത് കുറച്ച് ആളുകൾ, ഒരു പറ്റം ആളുകൾ ഈ മരണത്തെ പോലും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. അതും മത തീവ്ര ചിന്താഗതിയിലൂടെ എന്നുള്ളതാണ്. മതം കുത്തിക്കയറ്റുന്നു, മുസ്ലിങ്ങൾ മരിച്ചു പോട്ടെ, അവര് അത് മത തീവ്ര ചിന്താഗതി എന്ന് തന്നെ പറയാം. അതിൽ പല രീതിയിലും അവരത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ കമന്റുകൾ അതിൽ ഒന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു കമന്റ്. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് മുസ്ലിം കുലം മുഴുവൻ ഇത് അനുഭവിച്ചു പോകണം, മാപ്പറഹിക്കാത്ത. അത് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് അവർ പറയുന്നത്. എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ള. എനിക്ക് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്. ഒരിക്കലും ഞാനത് പറയൂല. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ഹിന്ദു സുഹൃത്തായിട്ട് ക്രിസ്ത്യൻ സുഹൃത്തായിട്ടും ഞാൻ കാണാറില്ല. നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാൾ എന്നായിട്ടുള്ളൂ. ജനിച്ചപ്പോൾ നമ്മൾ പല മതങ്ങളിലും ജനിച്ചു പോയി എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് ജനിച്ചുമ്പോൾ ഓപ്ഷൻ തന്നില്ല. ഒന്നമർത്തിയാൽ മുസ്ലിം ആകും, രണ്ടമർത്തിയാൽ ക്രിസ്ത്യൻ ആവും, മൂന്നമർത്തിയാൽ ഹിന്ദു ആവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻ എടുത്തിട്ടല്ല നമ്മൾ ആരും ജനിച്ച മതത്തിലേക്ക് ചാടിയത്. നമ്മൾ ജനിക്കുന്നതിന്റെ മുന്നേ നമ്മളെ അമ്മമാർ ഏതാണോ അതങ്ങനെ തുടർ പാരമ്പര്യമായിട്ട് വന്നു. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ഈ മതത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തിൽ നമ്മൾ വിശ്വസിച്ചു പോരുന്നു എന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനുകളൊന്നും നമുക്ക് ഉണ്ടായില്ല. പക്ഷെ നമ്മൾ എന്ന് വെച്ച് മറ്റുള്ള മതങ്ങളെ ഒരിക്കലും മോശക്കാരാക്കി അവരെ നാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെയുള്ള നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ കേരള ഭാവി വെരി ഡേഞ്ചർ, അപകടകരമായ രീതിയിലേക്കാണ് ഇത് കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ്. ഇങ്ങനെ അവർക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. മരണത്തെ പോലെ അവർ ആസ്വദിക്കുന്നു, അതും മത തീവ്ര ചിന്ത വെച്ചിട്ട്. സോ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് അല്ലെ. ഇതുപോലെ ഒരുപാട് നാറികൾ, ചെറ്റകൾ പല മതങ്ങളിലുമുണ്ട്. ഇവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. നമ്മളെ കേരളം ഒരിക്കലും മതത്തിന്റെ പേരിൽ നശിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം.